ഹായ് ഓൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള ബ്രെഡ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ബ്രെഡൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് ഇഷ്ടമില്ലാത്തവർക്ക് അത് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിവിടെ ഇപ്പോൾ അതൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. പിന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാൻ നെയ്യാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെയ്യ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നെയ്യിലേക്ക് നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള ഈ ബ്രെഡ് നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാതും നിരത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു സൈഡൊന്ന് മൂത്ത് വന്നാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ രണ്ടാമത്തെ സൈഡും അടിപൊളിയാക്കി തന്നെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് അളവിൽ പാലാണ്. അപ്പോൾ പാല് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഈ പാല് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പാല് സോസ് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്കൊന്ന് മാറ്റി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ആ ചൂടാക്കി എടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് വേറൊരു ഐറ്റം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് സ്റ്റൗവിലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടും. തൊട്ടടുത്ത കടയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അധികം വിലയൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്റ്റേർഡ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഒന്നുകൂടി ആ ഒരു കളറും ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തത്. പക്ഷേ നമ്മൾ 1 ഗ്ലാസ് പാലൊക്കെ എടുക്കുമ്പോൾ 1.5 ഗ്ലാസ് പാലൊക്കെ എടുക്കുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താലാണ് നമുക്ക് ആ കറക്റ്റ് ഒരു കുറുകിയ ഒരു പാകത്തിന് കിട്ടുക. പക്ഷേ എനിക്ക് ആ ഒരു പാകം ആയിരുന്നില്ല കേട്ടോ. എനിക്ക് കുറച്ചൊന്ന് ലൂസായിപ്പോയി. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കസ്റ്റേർഡ് പൗഡർ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാടായാലും ഭയങ്കരമായിട്ട് കട്ടിയായി പോവും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കസ്റ്റേർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷേ തിളച്ച് വന്നപ്പോൾ ആ ഒരു കുറുകിയ പാകം ഇതല്ല, കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. ആ ഒരു പാകത്തിനാണ് നമുക്ക് ഈ മിക്സ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ കസ്റ്റേർഡ് പൗഡർ ചേർക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ചേർക്കുക. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. പിന്നെ കുറച്ചൊരു ആപ്പിളിൻ്റെ കഷ്ണങ്ങളും മുന്തിരിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തായാലും മതി. അണ്ടിപ്പരിപ്പോ കിസ്മിസോ ഒക്കെ മാത്രമുള്ളെങ്കിൽ അതായാലും മതി. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ചെറിയൊരു ചൂടോട് കൂടി വേണം ഇതിലേക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ശേഷം നമുക്കിനി ഒന്നും നോക്കാനില്ല, അപ്പോൾ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ വക ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഞാനിത് വേറൊരു റീലിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. പക്ഷേ എനിക്കൊന്നും കൂടി ടേസ്റ്റായിട്ട് തോന്നുന്നത് ആ ഒരു ചെറിയൊരു ചൂടോടുകൂടി കഴിച്ചപ്പോഴാണ്. പിന്നെ വീഡിയോ എടുക്കുന്നതും ഇത് ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു കയ്യിൽ ഫോൺ, അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് താഴെ പോയി. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ശ്രമം അവിടെ വെച്ച് നിർത്തി. പക്ഷേ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഗസ്റ്റൊക്കെ പെട്ടെന്ന് കയറി വരുവാണെങ്കിൽ ഈ ഐറ്റംസൊക്കെ വീട്ടിൽ മിക്കതും എല്ലാവരെയും ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.